എപ്പോ എത്തി? കുറച്ചേരായി. സ്വീകരണത്തിന്റെ തിരക്കൊഴിഞ്ഞിട്ട് കാണാന്ന് കരുതി. സന്തോഷം, വളരെ സന്തോഷം. ഈ ദാദാ സാബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു. ഏയ്, ഞാൻ അതിന് മാത്രം വലിയ ആളൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ടൊന്ന് കാണും, ഒരു കാര്യം പറയാൻ. അതിനെന്താ, ഇരുന്നാട്ടെ. മറ്റാരും ഇല്ലെങ്കിൽ എന്നായിനി. എന്നാ അകത്തേക്ക് ഇരിക്കാം. സാബ്ജി, സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറിയ ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്നറിയാവോ? പറഞ്ഞാ വിശ്വസിക്കൂല. ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ. അതിന് ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് കുട്ടി. അതെ, അപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി ഫയലിൽ വെച്ചു. എന്നിട്ട് ഒപ്പിട്ട് മുകളിലേക്ക് അയച്ചു. അത് എന്റെ കടമ. നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ? നിങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ, ജാലിയൻ ബാലാബാഗ് നടക്കൂ. ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഫയല് കൈയോട് ഒപ്പിട്ട് കൊടുക്കുമ്പം സെക്രട്ടറി ഒരു ചോദ്യം, സാറേ ഇത് തൂക്കിക്കൊന്ന അബൂബക്കറിന്റെ വാപ്പയല്ലേ, പ്രശ്നമാവില്ലേ? ഞാൻ പറഞ്ഞു, അബൂബക്കറിനെ തൂക്കിക്കൊന്നെങ്കിൽ അത് അവന്റെ പറപ്പുകേട്. അതിന് ദാദാ സാഹിബ് എന്ത് പഠിച്ചു? ചെറിയ പയ്യനാ, IAS പാസ്സായി കസേര ഇരുന്ന മൂച്ചും. സാഹിബിന്റെ ഒന്നും ചരിത്രം അവന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. അത് നന്നായി. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാൻ എന്നതായി കാണുന്നേ? കോട്ടയത്ത് നിന്ന് 110 പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. അയ്യോ, ഇനി ചത്താലും കുഴപ്പമില്ല. എന്നതായാലും താൻ കേറി അന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതാണോ സ്നേഹം? ഇനി നമുക്കൊന്ന് കലക്കണം. ആഭ്യന്തരമല്ലയോ കൈ കിട്ടിയിരിക്കുന്നേ. താനെ കൈ കൊണ്ട് കിട്ടിക്കേ, ഞാനൊന്ന് മുത്തട്ടെ. റോമിലെ പോപ്പിന് കൊടുക്കേണ്ട മുത്തവ, ഇനി മുതൽ താനാണോ കോപ്പ എന്റെ പോപ്പ്? ഒന്നിനു മുത്തട്ടെ, ഒന്നിനു മുത്തട്ടെ. ഉമ്മ ഉമ്മ ഉമ്മ. സാഹിബ്? ഏത് സാഹിബ്? ഈടോ സാഹിബെന്ന്. അയ്യോ, സാഹിബിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സുഖം തന്നെയല്ലേ? ഓ, കേട്ടോ കറിയാച്ചാ, പറഞ്ഞാട്ടെ. ഞാൻ സാഹിബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അബൂബക്കറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തങ്കപ്പെട്ട മനുഷ്യൻ കുറെ തീരുന്നു. ഇനി അതിന്റെ കാര്യമുണ്ടോ? മുഹമ്മദ് സാഹിബിന് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അത് തന്നെയാ വേണ്ടത്. ചെക്കം പോയതോടെ സാഹിബിന്റെ കാലക്കര് പോയെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ DGP എന്ന് കണ്ടേച്ചു വരട്ടെ, അതാണല്ലോ ചട്ടം. അപ്പൊ ശരി, ഞാൻ വരട്ടെ സാഹിബേ. മുഹമ്മദ് കുട്ടിയും കറിയാച്ചനും ഒക്കെ ദാദാ സാഹിബിനെ ഇത്രയും സ്നേഹിക്കണമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായി. മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ലാ, അത് മതി. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ആരാണ് മോനെ ഈ സപ്പറ്? സപ്പറോ? സപ്പറ്. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജാതകം കുറിക്കുന്ന പൊന്നുതമ്പരാനില്ലേ, ഓനാരാണെന്ന്? നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ? അതോ ആറാം പ്രദോന്റെ പ്രേതം കൂടിയോ? അതെന്താ ആറാം പറന്നോന്റെ പ്രേതം? ഈയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂക്കർ, ഓന്റെ പ്രേതം. ഹലോ ഹലോ ഹലോ, അബൂബക്കറിനെ കൊലക്കയറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങുകയായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയേ, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ നിന്റെ മുഴുവൻ തെറ്റുകളും മറന്ന് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയും. പറയേ, ആരാണ് സപ്പർ? അല്ല, എന്ത് പറ്റി? മമ്മൂട്ടി സാറേ, മമ്മൂട്ടി സാറേ, കഥ ഉറക്ക്, കഥ ഉറക്ക്. മമ്മൂട്ടി സാറേ, എന്തു പറ്റി? ഒന്നുമില്ല.